ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ കുടുംബത്തിലൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന വൈക്കാണ് നമ്മളെ കുരുത്തോലിപാടം പൂട്ടുന്നത് കണ്ടത്. ഒന്നും നോക്കിയില്ല, കുറച്ചേരം ഇന്ന് കാണാൻ വിചാരിച്ചു. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ ചെറുപ്പകാലം ഇങ്ങനെ ഓർമ്മ വരും. അന്നത്തെ കാലത്ത് ഇങ്ങനത്തേനൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്ക് അങ്ങനെ പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇത് കണ്ടിരിക്കാൻ വേറൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ വർഷക്കാലത്ത് എല്ലാ കുളങ്ങളും കിണറും നിറഞ്ഞൊഴുകിയോണ്ട് തന്നെ ഇപ്രാവശ്യം മീനുണ്ടാവും എന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു 10-20 ചെറുപ്പക്കാർ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ തോടിൻ്റെ അക്കത്തായതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊടുക്കാനാണ് എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചേരം അവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇതിനായിട്ട് ഇറങ്ങി തിരിഞ്ഞ എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടോ. ആദ്യത്തെ റിസൾട്ട് തന്നെ ഒരു ചെറിയ പയ്യന് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ കണ്ടത്തിൽ ഇറങ്ങിയവർക്കൊക്കെ ഓരോ മുതലോട് കിട്ടിയിട്ടുണ്ടോ. അതുണ്ടോ, അത് നമ്മളെ കുടുംബക്കാരൻ ചെക്കനാണ് ഷെയ്മ്. ഓന്റെ കയ്യിൽ കിടക്കുന്ന കണ്ണൻ കണ്ടില്ലേ, പെടപെടക്കണ്. ഓന്റെ കയ്യിനോളം വലുപ്പുണ്ട് ആ കണ്ണന്. എന്തായാലും കണ്ണനെ കിട്ടിയതിന്റെ പൊലിവ് ഓന്റെ മുഖത്തൊന്നാ കാണുന്നുണ്ട്. ദേ പോകുന്ന അടുത്തൊരുത്തന് ഓന്റെ വല നിറച്ച് ചെറുതും വലുതായ കുറെ മീനുണ്ട്. പിന്നെ ഇത് നമ്മളെ പരമനാണ് കേട്ടോ. വെളുത്തൂർ പാടത്ത് എവിടെ കണ്ട പൂട്ടുണ്ടെങ്കിലും അവിടെ ഓനുണ്ടാവും, ഓന്റെ വലിയുണ്ടാവും. അതിനുള്ള മീൻ ഓനക്ക് കിട്ടും ചെയ്യും. അതാണ് ഓന്റെ പവർ. ഓൻ പിന്നെ ഈ കാര്യത്തിൽ മിടുക്കനാ. ഓൻ കാലുമീൻ കയ്യുമീൻ ചേറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മുതലേറ്റ് ഓൻ കണ്ടെത്തുന്ന കയറുള്ളൂ. ഇതേ കണ്ടില്ലേ, ഇതാ വരുന്ന പെടപെടക്കണ സാധനങ്ങള്. കണ്ണനുണ്ട്, ആരലുണ്ട്, സിലോപ്പിയുണ്ട്, പരലുണ്ട്. എല്ലാ ചെറുതും വലുതായ എല്ലാ മീനുകളും ഓന്റെ വലയിലുണ്ട് കേട്ടോ. പരമനെ പറ്റി പറയാനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. കാരണം ഫുട്ബോളും ക്രിക്കറ്റും അതെല്ലാം ഇവനക്ക് വഴങ്ങും. അതിന് പുറമെ ഇതാ മീൻപിടുത്തവും എല്ലാത്തിലും ഇവൻ സകലകലാ വല്ലഭനാണ് കേട്ടോ. അതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് കണ്ടോക്കി. കൊടുന്ന സഞ്ചി ഫുള്ളായിട്ട് ഇപ്പം കയറുള്ളൂ. നമ്മൾ പിന്നെ ഗാലറിയിൽ നിന്ന് കളി കാണാനേ ഞമ്മക്കറിയുള്ളൂ. കണ്ടത്തിലിറങ്ങി കളിച്ച് നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടത്തിൽ നമ്മളെ കണ്ണിൽ കണ്ടതല്ല നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ടോ. സംഗതി തൊള്ളേറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ നല്ല സുഖമെന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇതിങ്ങനെ നമുക്കിങ്ങനെ പറയാൻ നല്ല സുഖമാണ്. പക്ഷേ കണ്ടത്തിലിറങ്ങി അത് പിടിക്കൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെ. അവിടെയും ഇവിടെയൊക്കെ ഓരോ കണ്ണനിങ്ങനെ പോകണത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും ഇവർക്കത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ഈ വരുന്നതാണ് നമ്മളെ മുത്ത് സലാം. ഓൻ്റെ കയ്യിലുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. ഇവൻക്കും തന്നെ ചെറുതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയതൊക്കെ വലിയ വലിയ മുതലോളാ. എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ളതാ. സംഗതി കണ്ടു നിന്ന് നമ്മൾക്കും കണ്ടത്തിലിറങ്ങിയ ഇവർക്കും എല്ലാവർക്കും മുതലേക്കണം കേട്ടോ. ഇപ്പൊ കണ്ടവരെല്ലാവരും ഇക്കാര്യത്തിന് നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ഇവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ഇവരെ കിട്ടിയ മുതലോള് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും. കണ്ടത്തിൽ ഇറങ്ങിയവരെല്ലാവരും നല്ല നിറ ചിരിയോടെയാണ് കേട്ടോ എന്തായാലും കണ്ടത്തിന് കയറുന്നത്. ഈ വരുന്നതാണ് ഈ കൂട്ടത്തിലെ കൊമ്പനായ അസീസാക്ക. എന്തായാലും മൂപ്പരാൾക്ക് കിട്ടിയതും ജില്ലി സാധനങ്ങളാണ്. മൂപ്പരാളോട് എന്താ കിട്ടിയത് ചോദിച്ചപ്പോൾ ഈ വലയിൽ കാട്ടുന്നതിനെ പറഞ്ഞിട്ട് വല എൻ്റെ കയ്യിലും തന്നു. പിന്നെ ഞാൻ അത് തുറന്നു നോക്കുമ്പോഴല്ലേ അതിലെ മുതലോളെ കണ്ടത്. നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത 10 കണ്ണനും പിന്നെ കുറച്ച് പൊരിക്കും പിന്നെ കുറച്ച് ആരലും ഉണ്ട് കേട്ടോ മൂപ്പരാളെ സഞ്ചിയിൽ. ഈ കാണുന്നതൊക്കെ ആസിയാക്കാടെ വലയിലേക്കാവാൻ എടുത്തത് വെറും ചുരുങ്ങിയ സമയം മാത്രം കേട്ടോ. അതാണ് ആസിയാക്കാടെ കഴിവ്. ഇതുപോലെ നാട്ടിൻ പുറത്തെ പുതിയ വിശേഷങ്ങളും വീഡിയോസുകളും കാണാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.